പ്ലീസ് ലുക്ക്. ഈ ചിത്രത്തിലെ തോക്കിന്റെ മോഡൽ തന്നെയാണ് അഭയാർത്ഥി ക്യാമ്പ് ആക്രമിച്ചവരുടെ കയ്യിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ബംഗാളിൽ വിദേശ വിമാനം കുടഞ്ഞിട്ടിട്ട് പോയ ആയുധങ്ങളിലും ഈ തോക്കുണ്ട്. യു നോ വാട്ട് ഐ മീൻ? നമ്മുടെ മണ്ണിൽ വർഗീയ കലാപം ഇളക്കിവിട്ട് ഇന്ത്യയെ വെട്ടിമുറിക്കാൻ വിദേശത്തുള്ളവർ കിണഞ്ഞു ശ്രമിക്കുന്നു. ഇറ്റ് സംതിങ് വെരി വെരി സീരിയസ്. വീണ്ടും കലാപകാരികൾ ഒരു മേജർ ഓപ്പറേഷൻ പ്ലാൻ ചെയ്തിട്ടുള്ളത് കൊണ്ട് അലേർട്ട് ദ ഫോഴ്സസ്. സംശയം തോന്നുന്ന ആരെയും ഷൂട്ട് ചെയ്യാൻ ഓർഡർ ആക്കേണ്ടതില്ല. പാസ് ചെയ്യുന്ന എല്ലാ വാഹനങ്ങളും ചെക്ക് ചെയ്യണം. ഗോട്ട് ഇറ്റ്? അമ്മമാരുടെ മുലപ്പാൽ കുടിച്ച് വളർന്നവരാണെങ്കിൽ ഇതിന് നമ്മൾ പകരം കൊടുക്കേണ്ടത് നമ്മുടെ ജീവനും ചോരയുമാണ്. ഇത് നമ്മുടെ ശപഥമായിരിക്കണം, ചാവേർപ്പടയുടെ ശപഥം. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടവരുടെ കണക്കുകൾ വെച്ച് തന്നെ നിങ്ങളെ ഞങ്ങൾ സ്വീകരിക്കുന്നു. ഇനി നിങ്ങൾ ചാവേർപ്പടയിലെ ധീരനായ മുന്നണി പോരാളികൾ ഒരുവൻ മാത്രം. മരണം മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടവനാണ് നീ. ഇനി നിനക്ക് ഒന്നിനോട് അനുകമ്പ വേണ്ട, വേണ്ടത് ധീരതയാണ്. പച്ച മാംസം കരിഞ്ഞ ഗന്ധമാണ് എന്റെ സിരകളിൽ. ഓർമ്മയിൽ ചോരക്കളങ്ങളും. പിച്ച വെച്ച കാലം മുതൽ ഒരു ഉറുമ്പിനെ പോലും ഞാൻ കൊന്നിട്ടില്ല. എന്നിട്ടും കൊല്ലും ഞാൻ. എന്റെ ഉറ്റവരെ കൊന്നവരെ അരിഞ്ഞരിഞ്ഞ് ഞാൻ എന്റെ ശബ്ദം വിട്ടു. പനച്ചിപ്പുറം മൈതാനം, അവന്മാരുടെ അഭയാർത്ഥി ക്യാമ്പ്. പകരം വീട്ടാൻ ഒരിക്കൽ ശ്രമിച്ചതാണ്. ഓപ്പറേഷൻ ഫെയിലിയർ ആയിരുന്നു. ഏറ്റുമുട്ടൽ നമുക്ക് നമ്മുടെ രാമേട്ടന് നഷ്ടമായി. രഘുരാമൻ, നീ ഒറ്റയ്ക്ക് ട്രക്ക് ഓടിച്ച് ക്യാമ്പിനുള്ളിലേക്ക് കയറ്റണം. വഴിക്ക് പോലീസ് ചെക്ക് പോസ്റ്റ് ഉണ്ടാവും. ചോദിച്ചാൽ അഭയാർത്ഥികൾക്കുള്ള പഴംതുടിയും റൊട്ടിയുമാണെന്ന് പറയണം. കൂടുതൽ സംശയം തോന്നിയാൽ ഒന്നും നോക്കാനില്ല, അവന്മാരുടെ നെഞ്ചത്തൂടെ വണ്ടി ഓടിച്ച് കയറ്റണം. മൈതാനം മുഴുവൻ ചുട്ടുകരിക്കാനുള്ള RDX ട്രക്കിലുണ്ടാവും. നീ പരാജയപ്പെടരുത്. ഇത് നിന്റെ കർമ്മമാണ്. ചോരമൂന്തുന്ന ദൈവം. വെള്ളക്കൊടിയും കെട്ടിക്കൊണ്ട് കള്ളക്കടത്താനോടാ? എന്താണ് ഇതില് ചോദിച്ചു കേട്ടില്ലേ? താഴെ ഇറങ്ങണം. സാറേ താഴോട്ടിറങ്ങാൻ എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഞാൻ ഞൊണ്ടിക്കാലിനാ. ഇതിനകത്ത് പാവങ്ങൾക്ക് കൊടുക്കാനുള്ള പഴംതുണിയും ബ്രെഡുവാ. പിന്നെ ഈ വെള്ളക്കൊടി കെട്ടിയിരിക്കുന്നത് കള്ളത്തരം ഇല്ലാത്തതുകൊണ്ടാ സാറേ. സാറിന് വേണമെങ്കിൽ നോക്കിയോ, പ്രവേശനം തുറന്നു കിടക്കാം. വീണ്ടും ആരെ കൊണ്ടുവന്നല്ലോ? ആ കേട്ടോ തുറന്നു കൊടുക്ക്. അയ്യോ, ഡോക്ടറെ എവിടെ? ഡോക്ടറെ ഒന്ന് വിളിക്കേ. കുറച്ച് വെള്ളം കൊണ്ടുവാ. അയാളോട് പിന്നെയും വന്നുകൊണ്ടിരിക്കുകയാണ്. ആഹാരം കൂടുതൽ കണ്ടു. അതെ അതെ. ആ ബെഞ്ചെടുത്ത് ആരാണെന്ന് അറിയില്ലല്ലോ. പിടിയും കിട്ടുന്നില്ലല്ലോ. എല്ലാവരും ഒന്ന് മാറി നിൽക്കും. ഒന്ന് മാറി നിൽക്കൂ. കാറ്റ് നിങ്ങൾ ആരാണ്?
എവിടെ നിന്ന് വരുന്നു? പറയൂ. നിങ്ങളുടെ പേരെന്താണ്? പറയണം. അബ്ദുള്ള. അബ്ദുള്ള. കള്ളം. എന്താ ചേച്ചി ചിരിച്ചത്? ഓടി വന്നത് ജാതിയും അതൊന്നും നോക്കാത്തൊരിടായിരുന്നു. നമ്മൾ രക്ഷപ്പെട്ടു. അരുണകിരണ ദീപം പാവക്കടലിലുദയമാവുന്നു. തിമിര നിരയിൽ ഇന്നാഗോളം കണവനയനമാവുന്നു. ശാപഗോപുരങ്ങൾ ചായും ദീപവീതി നീളുന്നു. പാഴിരുൾ കുടങ്ങൾ വീഴും പ്രാണവായു വീശുന്നു.